നല്ല നേരത്ത് തന്നെ കൊച്ചനെ നീ വന്നത്. ഇപ്പോ ഈ പത്മനാഭക്കുറിപ്പ് മാത്രമേ ഇവിടെയുള്ളൂ. എന്താ കാര്യം? തമ്പുരാട്ടിക്ക് ഒരു കത്ത് കൊടുക്കണം. അതിനെന്തിനാ ഈ കുന്തവും കൊണ്ട് വന്നിരിക്കുന്നത്? ഞാൻ എവിടെ പോയാലും ഇത് എന്റെ കൂടെ തന്നെ കാണും. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഇങ്ങോട്ട് വന്ന് കേറുന്നതിന് മുമ്പേ വെള്ളം കൊണ്ടുവരാം. തമ്പുരാട്ടിയെ മോളിലുണ്ട്, വലിയ ഗൗരവക്കാരിയാ. കൊച്ചനെ നീ ഇവിടെ നിൽക്കുകയായിരുന്നു. ഇതാ വെള്ളം. ഒന്ന് കിട്ടിയല്ലേ? എനിക്കിത് 2 കിട്ടി. തമ്പുരാട്ടി 1 അടിച്ചാൽ 5 രൂപ, 2 അടിച്ചാൽ 10 രൂപ. എനിക്കിട്ട് 2 അടിച്ചു, എനിക്കിന്ന് 10 രൂപ കിട്ടും. അത് തന്നെയുമല്ല, തമ്പുരാട്ടിയുടെ കയ്യേ എണ്ണ പുരണ്ട കൈയായിരുന്നു. ആ കൈ കൊണ്ടാ എനിക്കിട്ട് അടിച്ചത്. അതുകൊണ്ട് വൈകിട്ട് കുളിക്കുമ്പോ എനിക്ക് എണ്ണയുടെ ആവശ്യമില്ല. കുറുപ്പേ, എന്തോ? ആ പയ്യൻ ഇങ്ങോട്ട് വരാൻ പറയൂ. തമ്പുരാട്ടിയുടെ കുളി കഴിഞ്ഞെന്നാ തോന്നുന്നു. ഗോപം കുഞ്ഞേ, ഒന്ന് വേഗം ചെല്ല്. തമ്പുരാട്ടി വലിയ ഗൗരവക്കാരിയാ. എന്താ കാര്യം? എവിടെ നിന്ന് വരുന്നു? തിരുവനന്തപുരത്ത് നിന്ന്. ഗോപകുമാറിന് എന്ത് ജോലി അറിയാം? ഞാൻ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. കുറുപ്പേ, എന്തോ? കുമാറിന് ഔട്ട് ഹൗസിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഗോപകുമാറിനെ വരാൻ പറയൂ. ഗിറ്റാറും എടുത്തോണ്ട്. രാവിലെ തമ്പുരാട്ടി വിളിക്കുന്നു. കുഞ്ഞിനെ തമ്പുരാട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. തല്ല് കൊള്ളുന്നവരോടെല്ലാം അങ്ങനെയാ. എന്നെ ഇപ്പൊ വിളിച്ച് 10 രൂപ തന്നു. രാവിലെ തല്ലുകൊണ്ടതിനാ. കൂടുതൽ തല്ലുകൊള്ളുന്ന ദിവസം എന്നെ വിളിക്കുന്നത് വെറും കുറുപ്പെന്നല്ല, പത്മനാഭക്കുറുപ്പെന്ന. ആ ചെന്നട ചെന്നട. എന്നെ വിളിച്ചോ? പാടാൻ അറിയാമോ? അറിയാം. എന്നാൽ പാടും.
തീരാത്ത ഓർമ്മയാ ഞങ്ങൾ. ഒരുമയിലിരുമയും അമൃതം പൊഴിയുന്ന യാമങ്ങൾ കടന്നേറി. ഒരുമയിലിരുമയും അമൃതം പൊഴിയുന്ന യാമങ്ങൾ കടന്നേറി. ഇരവിൻ വഴിക്കിത്ര നീളം കുറഞ്ഞതിൽ കോപം കൈമാറി. കോപം കൈമാറി. കൈമാറി. ഒരുവനൊരുവളിൽ ഉള്ള മലിഞ്ഞു തേടി ഞങ്ങൾ ഞങ്ങളെ. ഓർത്തിട്ടും ഓർത്തിട്ടും ഒരിക്കലും തീരാത്ത ഓർമ്മയാ ഞങ്ങൾ. ഒരുവനൊരുവളിൽ ഉള്ള മലിഞ്ഞു. വരൂ. തോമസേ, രാമ്പിള്ളേ, എവിടെ പോയി തൊലഞ്ഞല്ല? കഴുതകൾ ആഹാരം കൊടുക്കാൻ വേണ്ടി കഥ തുറന്നപ്പോ തമ്പുരാൻ തിരുമനസുകൊണ്ട് എന്നെ തള്ളി മാറ്റി പുറത്തേക്ക് ആടി. ഞാനും തോമസും കൂടി കടന്നു പിടിച്ച് മുറിക്കുള്ളിലാക്കി മുറി പൂട്ടി. പൂട്ടി പൂട്ടി തമ്പുരാൻ ഒന്നും കഴിക്കുന്നില്ല. പോയി വാരി കൊടുക്ക്. കുമാർ, കുമാർ, പോകണമെങ്കിൽ നേരം വെളുത്തിട്ടാകാം. പക്ഷേ പോകാതിരിക്കുന്നതാണ് ഭംഗി. നിനക്കൊരു നല്ല ജോലി തരാൻ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. കുമാർ കൊണ്ടുവന്ന ശുപാർശക്കത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ നിങ്ങളെ നിയമിക്കുന്നത്. എനിക്കെന്തോ നിങ്ങളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുപോയി. ആ, രാമഗിരിയെ ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. അയ്യർക്ക് വയസ്സായില്ലേ? നിങ്ങളെ ഞാൻ പിരിച്ചുവിടുകയാണ്. പകരം ഈ ചെറുപ്പക്കാരനെ നിയമിക്കുന്നു. ഭയപ്പെടണ്ട, ഇനിയും ജോലിക്ക് വരാതെ നിങ്ങൾക്ക് ജീവിക്കാൻ ഞാൻ തരുന്നുണ്ട്. ഒരു രാജിക്കത്ത് തന്നിട്ട് മിസ്റ്റർ ഗോപകുമാറിനെ ചാർജ് ഏൽപ്പിച്ചേക്കൂ. ഗോപകുമാർ സാർ പിടിച്ചിരിക്കുന്നു കൊമ്പില. ഉണക്കക്കൊമ്പിലാണോ എന്നാണ് സംശയം. അല്ലല്ല, ആദ്യം കുഞ്ഞിനെ അകത്തേക്ക് കയറ്റി വിട്ടതിന് 2 അടി മേടിച്ചവനാ ഞാൻ.
എനിക്ക് ആഫീസിലേക്ക് ഒരു സ്ഥലം മാറ്റം തരണം. ഈ പെണ്ണുങ്ങളുടെ സേവ എനിക്ക് പിടിക്കുന്നില്ല. ഞങ്ങൾ കുടുംബക്കാരാ. തമ്പുരാനെ സേവിച്ചാൽ അതിനൊരു അന്തസ്സുണ്ട്. ഇന്നലെ രാത്രി ബംഗ്ലാവിൽ ചില ശബ്ദങ്ങളെല്ലാം കേട്ടല്ലോ കുറുപ്പേട്ട. എന്തായിരുന്നു അത്? അതൊക്കെ അരമന രഹസ്യമാ എന്ന് വിചാരിച്ച് ഞാൻ സാറിനോട് എന്തിനാ മറയ്ക്കുന്നത്? തമ്പുരാന്റെ ബഹളമായിരുന്നു. ഏത് തമ്പുരാൻ? രാവിണി തമ്പുരാട്ടിയുടെ ഭർത്താവ്. ഇവർ തമ്പുരാട്ടിയൊന്നും അല്ല. തമ്പുരാൻ പുറ കൊടുത്തുകൊണ്ട് വരുന്ന അന്യ സ്ത്രീകളെ കെട്ടിടമെന്നാണ് ഞങ്ങൾ വിളിക്കാറ്. പക്ഷെ ഇവരുണ്ടല്ലോ, എല്ലാവരെ കൊണ്ടും തമ്പുരാട്ടി എന്ന് വിളിപ്പിച്ചു. ഞാനും ഗതികേട് കൊണ്ട് തമ്പുരാട്ടി എന്ന് വിളിക്കുന്നു. അപ്പോ തമ്പുരാൻ എവിടെ? തമ്പുരാന് പ്രാന്താണെന്നാണ് വെപ്പ്. അതൊന്നും നമ്മൾ തിരക്കാൻ പോകണ്ട. അവനവന്റെ പാട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ സുഖമായി കഴിയാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. കുഞ്ഞു കുളിച്ചൊരുങ്ങി അങ്ങോട്ട് വരാൻ തമ്പുരാട്ടി പറഞ്ഞു. വരുമ്പോഴേ ദേഹത്ത് മണമുള്ളത് എന്തെങ്കിലും ഒന്ന് അടിച്ചോണം. എവിടെയോ പോകാനാ, താമസിക്കരുത് കേട്ടോ. കുമാറിനെ എനിക്കിഷ്ടമാണ്. ഒരു കാരണം, ഞാൻ സംഗീതത്തിന്റെ അടിമയാണ്. ഞാൻ ഉപാസിക്കുന്നതും പ്രേമിക്കുന്നതും സംഗീതത്തെയാണ്. ബംഗ്ലാവിലെ ചുവന്ന കാർപ്പറ്റിട്ട മുറിയുടെ മധ്യത്തിൽ വെച്ചിരിക്കുന്ന വീണ ഞാൻ ആരാധിക്കുന്ന വിഗ്രഹമാണ്. കഴിഞ്ഞ ഒരു ദിവസം കുമാർ അവിടെ നിന്ന് പാടിയപ്പോൾ ഞാൻ അടിമുടി കോരി തരിച്ചുപോയി. രണ്ടാമത്തെ കാരണം? കുമാറിന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. ഞാനൊരു ഇടത്തരം നായർ തറവാട്ടിലാണ് ജനിച്ചത്. എന്റെ അച്ഛൻ കൊട്ടാരം നർത്തകനായിരുന്നു. എനിക്കൊരു കളിത്തോഴനുണ്ടായിരുന്നു, കൃഷ്ണകുമാർ. ഗോപനെ കണ്ടപ്പോൾ എനിക്കെന്റെ കുമാറിനെയാണ് ഓർമ്മ വന്നത്. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സാമ്യമുണ്ട്. ഗോപനെ കാണുമ്പോഴൊക്കെ കഴിഞ്ഞുപോയ 10 കൊല്ലങ്ങൾ ഞാൻ മറന്നുപോകുന്നു. എന്റെ കുമാറിനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് തോന്നിപ്പോകും. അതാണ് ഗോപനെ കുമാറെന്ന് വിളിക്കുന്നത്. ഞാനങ്ങനെ വിളിച്ചോട്ടെ? ശരി. ഞങ്ങൾ ഒരുമിച്ചാണ് സംഗീതവും നൃത്തവും പഠിച്ചത്. എന്താ പേര്? രാഗിണി.
ശൃംഗാരപദങ്ങൾ പാടാൻ അഭിരുചി ഉണ്ടാവും. ആ, നോം പ്രസാദിച്ചിരിക്കുന്നു. പല്ലവക്കോ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാനേ. മോളും കൃഷ്ണനും കൂടെ വരുന്ന വരവ് കണ്ടോ? ഇതുവരെയുള്ള കളിയൊന്നും ഇനി ഇവിടെ പറ്റില്ല. നാളെ തമ്പുരാന്റെ കെട്ടിലമ്മയാകാനുള്ള കുട്ടിയാണേ. അഹങ്കാരികൾ പ്രായമറിയാതെ മതിച്ചു നടക്കുന്നു. കൃഷ്ണ, പോടാ എന്റെ വീട്ടില്. മേല ഞാൻ പറയാതെ ഇവിടെ വന്നു പോകരുത്. എന്താടി നോക്കി നിൽക്കുന്നത്? കയറി വാടി. ഇനി വാടി, വാ, കേറി വാ. ഇരുട്ടുന്ന വെളുക്കുന്ന ഒന്നും അറിയാൻ പാടില്ലോടി. നീ പറഞ്ഞതൊക്കെ ശരി, അതെല്ലാം കഴിഞ്ഞ കഥ. അതങ്ങ് മറന്നേക്കൂ. നീയും സന്തോഷിക്കേണ്ടതാണ്. ഇതിൽ കൂടുതലൊരു ഭാഗ്യം ഇനി അവൾക്ക് വരാനുണ്ട്. നിനക്ക് അവളോടും ഈ കുടുംബത്തോടും സ്നേഹമുണ്ടെങ്കിൽ ഇതിന് തടസ്സമുണ്ടാക്കരുത്. നിന്റെ അമ്മാവനാണ് ഈ പറയുന്നത്. നീ മേലിൽ അവളെ കാണരുത്. കുമാർ, 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 എണീറ്റ് വരൂ. കുമാർ, നമുക്കിപ്പോ സ്ഥലം വിടണം. എവിടേക്ക്? ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും. നമുക്ക് കൂലിവേല ചെയ്തായാലും ജീവിക്കാം. പോകാൻ പണം? ഞാൻ എന്റെ ആഭരണങ്ങൾ എടുത്തിട്ടുണ്ട്. മടിച്ചു നിൽക്കാതെ വരൂ, പോ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ തമ്പുരാന്റെ ആൾക്കാരും പോലീസുകാരും ഞങ്ങളെ പിടികൂടി. അവർ എന്നെ വിട്ടയച്ചു. എന്റെ കുമാരനെ അവർ കസ്റ്റഡിയിലെടുത്തു. കൃഷ്ണകുമാറിനോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ നീ തമ്പുരാനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കണം. എടി പെണ്ണെ, ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാൽ നിന്റെ അച്ഛന്റെ എന്റെ സ്ഥിതി എന്താ? നാട്ടുകാരുടെ മുൻപ് ഞങ്ങൾ ആരാ? സമ്മതിക്കും മോളെ, സമ്മതിക്കും. നിന്റെ കുമാരന്റെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. എനിക്ക് വേറെ ആരുമില്ല. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കോവിലകത്ത് പോയി പറയട്ടെ? ഏത് നരകത്തിൽ വേണമെങ്കിലും പോയി പറയാം. പക്ഷെ ഒരു കാര്യം, ഞാൻ കല്യാണത്തിനായി ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങണമെങ്കിൽ എന്റെ കുമാരനെ എന്റെ മുമ്പിൽ കാണണം. എന്നാ നമുക്ക് പുറപ്പെടാം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. പൗലേ ബാലേ ആശയന്തയിത്തേ മൗലേ. വിട്ടികൾ ഭർത്താവും ഭാര്യയും പ്രഥമ രാത്രിയിൽ കിടക്കമുറിയിലേക്ക് വരുമ്പോ കഥ കളിക്കണമെന്നുള്ള കാര്യം മറന്നു. രസികത്തി ഒളിച്ചോളി അല്ലേ? സാരമില്ല, പെൺകുട്ടികളിൽ മിക്കവരും ഒളിച്ച് അല്പം ഓടിയവരായിരിക്കും. നോം ക്ഷമിച്ചിരിക്കുന്നു. ഇല്ല തിരുമേനി, ക്ഷമിക്കണം.
ഇന്ന് എനിക്ക് പാടാൻ പറ്റില്ല. പാടുപെടാൻ പറ്റുമോ? പാടുപെടുക എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? പ്രഥമ രാത്രി ആരെങ്കിലും പാട്ട് പാടി സമയം കളയുമോ? ഞാനൊരു പമ്പര വിട്ടി. ഈ ചോദ്യം ഞാൻ ചോദിക്കില്ല. ആട്ടെ, എന്റെ പാളവം കാണണമെന്നുണ്ടോ? തമ്പുരാട്ടി, കൃഷ്ണകുമാർ കിഴക്കെ പറമ്പിലെ മാവിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. എന്റെ ജീവിതം നശിപ്പിച്ചതിനും എന്റെ കുമാരന്റെ മരണത്തിനും പകരം വീട്ടുമെന്ന് ഞാൻ ഉറച്ചു. തമ്പുരാന്റെ സ്വത്തുക്കൾ ഒന്നൊന്നായി എന്റെ പേരിലാക്കി, ഇല്ലാത്ത ഭ്രാന്തിന്റെ പേരിൽ. തമ്പുരാനെ ഒരു തടവുകാരനാക്കിയപ്പോൾ എന്റെ മനസ്സ് ക്രൂരമായ ഒരാനന്ദം അനുഭവിച്ചു. വാസ്തവത്തിൽ എനിക്കാണ് ഭ്രാന്ത്. പകയും നൈരാശ്യങ്ങളും ഏകാന്തതയും എന്നെ ഒരു ഭ്രാന്തിയാക്കി മാറ്റി. ഗോപനോടുള്ള എന്റെ പെരുമാറ്റം പോലും അതിന്റെ തെളിവാണ്. സമനിലയുള്ളപ്പോൾ എനിക്ക് തന്നെ അത് ബോധമുണ്ട്. പക്ഷേ എപ്പോഴാണ് സമനില തെറ്റുന്നതെന്ന് എനിക്കറിയില്ല. കുമാർ, എന്റെ കുമാരനെ ആ ദ്രോഹികൾ നശിപ്പിച്ചു. അന്നു മുതൽ ഞാൻ തമ്പുരാട്ടിയായി. ഞാൻ ഭരിച്ചു തുടങ്ങി. എന്റെ ഭർത്താവിനെ പോലും ഭരിക്കുന്നത് ഞാനാണിന്ന്. ഭ്രാന്തനായ ആ മനുഷ്യൻ ബംഗ്ലാവിലെ മുകളിലത്തെ ഒരു മുറിയിൽ കഴിയുന്നുണ്ട്. അസ്തമനമായി. ഉദയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ, പോകാൻ ധൃതിയായോ? പോകാം. എന്തിനാ ഉറുപ്പേ എന്നെ ഈ കൊല്ലാക്കൊല ചെയ്യുന്നത്? എനിക്ക് യാതൊരു അസുഖമില്ല എന്നിപ്പോ തിരുമേനി പറഞ്ഞാ മതിയോ? ഭാര്യ പറയുന്നു ഭർത്താവിന് എന്തോ കുറവുണ്ടെന്ന്. അതായത് ബുദ്ധിക്ക് മന്ദതയുണ്ടെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നു. അതിപ്പോ എങ്ങനെയാ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത്? ഒരു വഴിയുമില്ല.
എന്നെ കാണാൻ? അതോ വേറെ ആരെയെങ്കിലും കാണാനോ? ആണെങ്കിൽ കൊന്നുകളെ. ചേട്ടൻ എപ്പോഴാ വന്നേ? രമ കോളേജിൽ കയറുന്നതിന് മുമ്പ് കാണണമെന്ന് വിചാരിച്ച് രാവിലെ വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. ഇവിടെ വന്നപ്പോഴേക്കും ക്ലാസ് തുടങ്ങി കഴിഞ്ഞു. ഉച്ചയ്ക്ക് പുറത്തു വരുമെന്ന് കരുതി, അപ്പോഴും കണ്ടില്ല. രാവിലെ മുതൽ ഇവിടെ ഇരിക്കുകയാണോ? അതെ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയില്ലേ? ഉണ്ടിട്ടില്ല. മുഖം കണ്ടാൽ അറിയാം. ഇവിടെ അടുത്ത് ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ. രമയോട് കള്ളം പറയണ്ടല്ലോ. രാവിലെ രമയെ കണ്ടിട്ട് അടുത്ത വണ്ടിക്ക് മടങ്ങാമെന്ന് വിചാരിച്ചാണ് പുറപ്പെട്ടത്. ഉണ്ണാനുള്ള പൈസ കരുതിയില്ല. ഇനി വീട്ടിൽ ചെന്ന് കൊണ്ടുകൊള്ളാം. ഒരു കാര്യത്തിൽ രമയുടെ അഭിപ്രായം അറിയാനാണ് ഞാനിവിടെ വന്നത്. എന്താണ് ചേട്ടാ? എന്റെ അച്ഛൻ പറഞ്ഞു രമയുടെ അച്ഛൻ്റെ അടുത്ത് പോയി പറയാം എന്നെ കൂടെ പഠിപ്പിക്കണമെന്ന്. എന്നെ കൊണ്ട് രമയെ വിവാഹം കഴിപ്പിക്കുന്നതിനും അച്ഛന് സമ്മതമാണെന്ന്. അതിന്റെ അച്ഛൻ സമ്മതിക്കും ചേട്ടാ. ചേട്ടന്റെ അച്ഛനോട് അച്ഛന് വലിയ ഇഷ്ടമാണ്. രമയോട് എഴുതി വെച്ചാൽ എന്ത് മറുപടി പറയണമെന്ന് ചേട്ടൻ പറഞ്ഞു തരണോ? എനിക്കറിയാം. ഞാൻ പോട്ടെ. താമസിച്ചാൽ ഹോസ്റ്റലിലെ മേട്ടൻ വഴക്ക് പറയും. ഇതായിട്ടാ ഉണ്ടിട്ടേ പോകാവൂ. ഞാൻ പറഞ്ഞ കാര്യം രമയുടെ അച്ഛന് ഇഷ്ടമായില്ല. അമ്മ പറഞ്ഞു. ഞാൻ രമയെ കണ്ട് ഒന്ന് യാത്ര ചോദിക്കാൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഈ നാട്ടിൽ നിന്നത്. യാത്ര ചോദിക്കുക? അതെ, ഞാൻ നാടുവിടുകയാണ്. ഒരു തൊഴിൽ കണ്ടുപിടിക്കണം. ഒരു നല്ല ജോലി കിട്ടിയാൽ മാത്രമേ ഞാൻ മടങ്ങി വരൂ. രമ എനിക്ക് വേണ്ടി അത്രയും ഞാൻ കാത്തിരിക്കുമോ? എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. അത് വേണ്ട. ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലല്ല. രമ BA പാസ്സായതിനു ശേഷവും ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഞാൻ ഇന്ന് തന്നെ സ്ഥലം വിടും. മൂന്ന് കൊല്ലമായി ഞാനൊരു ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും അലഞ്ഞു. ഒടുവിൽ ഒരു സ്നേഹിതന്റെ സഹായത്തോടെ ഒരു കത്തുമായി ഞാനിവിടെ വന്നു ചേർന്നു. ഗോപൻ ഇപ്പോൾ നല്ലൊരു ജോലിയായില്ലേ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനി ഒരു പക്ഷേയുമില്ല. നാളെ തന്നെ എസ്റ്റേറ്റ് വക കാറിൽ നാട്ടിലേക്ക് പോകൂ. വിവാഹ ആവശ്യത്തിന് ആവശ്യമുള്ള രൂപ എഴുതിയെടുക്കാം. ആ കുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ടുവരൂ. മാനേജറുടെ ബംഗ്ലാവ് ഞാൻ തയ്യാറാക്കിയിടും. നിങ്ങളുടെ ആനന്ദം നിറഞ്ഞ വിവാഹ ജീവിതം കണ്ട് എനിക്ക് സന്തോഷിക്കണം. അങ്ങനെ എന്റെ ജീവിതം ധന്യമാകും. ആവശ്യത്തിനുള്ള രൂപ കരുതിയിട്ടുണ്ടല്ലോ? ഉണ്ട്. കൂടുതൽ ആവശ്യം വല്ലതുമുണ്ടെങ്കിൽ കമ്പി അടിക്കണം. കാർ എടുത്തോളൂ. ശരി. പിന്നെ വിവാഹത്തിന് ദിവസങ്ങൾ നീണ്ടുപോകുന്നെങ്കിൽ ഗോപൻ വന്നിട്ട് പിന്നീട് പോകാം. ഉടനെ നടക്കുമെങ്കിൽ ഭാര്യയും കൂട്ടി വന്നാൽ മതി. മരുമകളെ സ്വീകരിക്കാൻ എന്ന വണ്ണം ഞാൻ തയ്യാറായി നിൽക്കും. വരുന്ന സമയം നേരത്തെ അറിയിക്കൂ. അങ്ങനെ ചെയ്യാം. പോയിട്ട് വരൂ. കടക്കാം. ഉടനെ വിവാഹം നടക്കണമെങ്കിൽ നമുക്ക് അമ്പലത്തിൽ വെച്ചേ നടക്കൂ. അത് മതിയെന്ന്. അത് മതി. എന്നാൽ അങ്ങനെ തന്നെ ഇന്ന് തന്നെ അമ്പലത്തിൽ പോയി വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈയോടെ ചെയ്യണമെന്നാ ശാസ്ത്രം. ഇത് കഴിഞ്ഞാലുടൻ ലീലയ്ക്ക് കൂടി ഒരാളെ കണ്ടുപിടിക്കണം. അവർ രണ്ടും സമപ്രായക്കാരാണല്ലോ. ഗോപാ, ഒന്നിങ്ങൊന്നേ. അവര് ചെറുപ്പക്കാരല്ലേ, കുറച്ചേരം സംസാരിക്കട്ടെ. അല്പ ദിവസം കൂടെ ക്ഷമിച്ചുകൂടെ? പറ്റില്ല. ക്ഷമയുടെ നെല്ലിപ്പലക വരെ എത്തിയതാണ്. രമയെ എനിക്ക് കിട്ടുകയില്ലെന്ന് എന്നെ ഉറപ്പിച്ചതാണ്. അപ്പോഴാണ് എന്റെ ഭാഗ്യ നക്ഷത്രം ഉദിച്ചത്. എനിക്ക് അത്രയ്ക്ക് ക്ഷമകേടും നിരാശയൊന്നും ഇല്ലായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ എന്നെ വിവാഹം കഴിക്കുമെങ്കിൽ അതിന്റെ ഗോപേട്ടനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത്രയ്ക്ക് ഉഗ്രം പ്രയോഗമായിരുന്നു. വലിയ ഉദ്യോഗമൊക്കെ കിട്ടിയില്ലേ? അന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ തന്നില്ലേ 5 രൂപ? അതിങ്ങിതാ. മോളെ, സ്ത്രീയാണ് വീടിന്റെ ഐശ്വര്യം. അത് മറക്കണ്ട. ഗോപ, ഇന്നുവരെ അവളുടെ കണ്ണു നനയാൻ ഞാൻ ഇടവരുത്തിയിട്ടില്ല.
ഇനി വിശേഷിച്ചൊന്നും പറയണ്ടല്ലോ. മക്കൾ പോയിട്ട് വരും. മാനേരും ഭാര്യയും വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്ന ഗോപന് ചേർന്ന പെണ്ണ്. രമ ഇരിക്കൂ, ഇരിക്കൂ. നീ എന്നോട് അകൽച്ചയൊന്നും കാണിക്കണ്ട. ഗോപൻ എന്റെ മാനേജർ എന്നത് ശരി തന്നെ, പക്ഷേ നീ എനിക്ക് അനുജത്തെ പോലെയാണ്. കുറുപ്പേ, എന്തോ ഇവർക്ക് കുടിക്കാൻ എന്താ കൊടുക്കുക? ചായ ഉണ്ട്, കാപ്പി ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. ചെറുതേനിരിപ്പില്ലേ? ഉണ്ട്. തേൻ വളരെ കുറച്ച് ഐസ് വാട്ടർ ചേർത്ത് കൊണ്ടുവരും. മധുരം കൊടുത്താണ് നവദമ്പതികളെ സ്വീകരിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് എന്റെ കൂടെയാണ് ഊണ് കഴിക്കുന്നത്. ഗോപൻ ഇരിക്കും, രമ വരൂ. ഇരിക്കൂ. അപ്പു, ഇവരെ നല്ലോണം നോക്കിക്കൊള്ളണം. ഇവൻ നിങ്ങളുടെ കുക്കാണ്, എല്ലാ ജോലികളും ചെയ്തുകൊള്ളും. ഗോപൻ, നാളെ ഓഫീസിൽ ചെന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളെല്ലാം ഒന്ന് പരിശോധിക്കണം. എക്സ്പോർട്ട് ക്വാളിറ്റി ടീ ഗോപൻ നേരിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അവരുടെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. രമേ, ഗോപൻ ഓഫീസിൽ പോകുമ്പോൾ നീ ഒറ്റയ്ക്ക് ഇവിടുന്ന് മുഷിയണ്ട, ബംഗ്ലാവിലേക്ക് വരാം. ഡ്രൈവർ, എന്തൊരു സ്നേഹമുള്ള സ്ത്രീ, മുതലാളിയാണെന്ന ഭാവമേ ഇല്ല. അവർ നമുക്ക് മധുവിന് ഏർപ്പാട് തന്നിട്ട് ആനന്ദിക്കുകയാണ്. അവരുടെ തലവിധി അങ്ങനെയാണ്. എങ്ങനെ? അങ്ങനെ വിസ്തരിച്ച് പറയാൻ ഇപ്പോൾ സമയമില്ല. വാ. ദേവി, എനിക്ക് നേർബുദ്ധി തോന്നിക്കണേ. രമയ്ക്കും ഗോപിക്കും സകല സുഖങ്ങളും ഐശ്വര്യങ്ങളും നൽകണേ. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. എന്നെ പുറത്തേക്ക് വിടൂ രാഗിണി. രാഗിണി, എനിക്ക് ഭ്രാന്തില്ലെന്ന് പറയൂ. എനിക്ക് ഭ്രാന്തില്ല. പത്മനാഭ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഞാൻ ഓടിപ്പോവില്ല, ഞാൻ ഓടിപ്പോവില്ല. പത്മനാഭ, എനിക്ക് ഭ്രാന്തില്ലെന്ന്. ആര് പറഞ്ഞു ഭ്രാന്തില്ലെന്ന്? തമ്പരാൻ ഇങ്ങോട്ട് ഇറങ്ങ്. ഒതുങ്ങി മര്യാദയ്ക്ക് അങ്ങോട്ട് കിടക്കണം. കിടന്നില്ല ഞങ്ങൾ പിടിച്ച് കെട്ടിടും കേട്ടോ. വെറുതെ ഞങ്ങളുടെ കഞ്ഞി പാറ്റായിടരുത്. തമ്പുരാൻ പ്രാന്തിന്റെ കാര്യത്തിൽ വാശി പിടിക്കരുത്. തമ്പുരാന് പ്രാന്തുണ്ട്. അങ്ങനെയല്ലേ തമ്പുരാട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അഥവാ തമ്പുരാന് പ്രാന്തില്ലെങ്കിലും തമ്പുരാട്ടി പറഞ്ഞാൽ തമ്പുരാന് പ്രാന്തുണ്ട്. എന്താണ് ഇവിടെ ബഹളം? രാഗിണി, എന്നെ ഒന്ന് പുറത്തേക്ക് വിടൂ. ഞാൻ ഓടിപ്പോവില്ല. എനിക്ക് ഭ്രാന്തില്ല രാഗിണി. നിങ്ങളെ ഞാൻ കാണുന്ന നാൾ മുതൽ നിങ്ങൾക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്ത് എന്നെ കൂടി നശിപ്പിച്ചു. ബഹളം കൂട്ടാതെ ഇവിടെ കിടന്നാ മതി. രാഗിണി, എനിക്ക് ഉറക്കം വരുന്നില്ല. അത് ഭ്രാന്തുള്ളത് കൊണ്ടാ. ഉറങ്ങാൻ കുറച്ച് വിസ്കി കൊടുത്തയക്കാം, അതും കഴിച്ചുകൊണ്ട് കിടന്നോളൂ. ഇവിടെ അടങ്ങി കിടന്നോളണം. എന്ത് പറഞ്ഞാലും രാഗിണി സ്നേഹമുള്ളവളാണ്. എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞപ്പോ വിസ്കി കൊടുത്തയക്കാന്ന് പറഞ്ഞല്ലോ, അത് മതി. തമ്പുരാൻ വന്ന് കിടന്നാട്ടെ, വന്നാട്ടെ. ഈ ബെഡിലോട്ടൊന്ന് കിടന്നാട്ടെ. ഞാൻ പോയി ഉടനെ ബിസ്കി കൊണ്ടുവരാം. വെറുതെ കലയിക്കരുതേ.
ഉറക്കം വരുന്നില്ലെന്ന്. ഇത് കഴിച്ചാൽ ഉറങ്ങിക്കൊള്ളൂ. കുറുപ്പേ, എന്തോ ഇത് കൊണ്ടുപോയി കൊടുക്കൂ. ചായ തമ്പുരാന് പാല് കൊടുത്തോ? രാമപിള്ള കൊണ്ടുപോയിട്ടുണ്ട്. ആ. തമ്പുരാട്ടി, തമ്പുരാൻ വിളിച്ചിട്ടുണരുന്നില്ല. തമ്പുരാൻ മരിച്ചു. തമ്പുരാൻ മരിച്ചത് തന്നെയാണോ? അതെ. ഗോപനെ വിവരം അറിയിക്കൂ. ഞാനിന്ന് ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയില്ല. മതപരമായ എല്ലാ ചടങ്ങുകളോടും ശവസംസ്കാരം നടത്തണം. ചന്ദനവിരകൾ ദഹിപ്പിക്കണം. എസ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് വേണം അദ്ദേഹത്തെ സംസ്കരിക്കാൻ. അവിടെ ഒരു സ്മാരകം പണിയേണ്ടതുണ്ട്. ഗോപൻ പോയി വേണ്ടതൊക്കെ ഏർപ്പാട് ചെയ്യൂ. രമ എവിടെ നിൽക്കൂ. അകത്ത് പോയി അലമാരി തുറന്ന് ആ മരുന്ന് കുപ്പിയിൽ നിന്നും ഒരു ചുവന്ന ഗുളികയും ഒരു വെളുത്ത ഗുളിക എടുത്തോണ്ട് വരൂ. വെള്ളവും. ഒറ്റയ്ക്കിരുന്ന് മടുത്തതുകൊണ്ട് കുറുപ്പിനെ പറഞ്ഞു വിട്ടതാണ്. രമ വന്നില്ലേ? ഇല്ല. ഞാൻ വിചാരിച്ചു രണ്ടുപേരും കൂടി വരുമെന്ന്. നിലാവുള്ള ഈ രാത്രിയില് ഈ വനത്തിലൂടെ ആണും പെണ്ണും ഒന്നിച്ചു നടക്കുന്ന ഓർത്തു നോക്കൂ. ഈ വനത്തിലെ നിലാവിന് പ്രത്യേക ലഹരിയാണ്. എനിക്കൊഴിക്കണ്ട. മുൻപ് കുടിച്ചിട്ടുണ്ടല്ലോ. കുടിക്കുന്നത് രമയ്ക്ക് ഇഷ്ടമല്ല. രമയുടെ ഇഷ്ടം വിട്ട് ഒന്നും ചെയ്യില്ലേ? എന്റെ സർവസ്വവും അവളാണ്. ഗോപനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ വേണം. രമയ്ക്ക് എന്നോടും അങ്ങനെയാണ്. ആ, ഗോപൻ എന്നാൽ പൊയ്ക്കുള്ളൂ. രമ കാത്തിരിക്കും. നാളെ രമ ഇങ്ങോട്ട് വരാൻ പറയണം. പറയാം. എനിക്കിപ്പോൾ ആകെയുള്ള ബന്ധുക്കൾ നിങ്ങൾ രണ്ടുപേരുമാണ്. അതുകൊണ്ടാണ് ഗോപനോട് അഭിപ്രായം പോലും ചോദിക്കാതെ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി പേരിൽ എന്റെ സ്വത്തുക്കൾ എഴുതി വെച്ചത്. ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. എന്റെ മരണശേഷം ഈ സ്വത്തുക്കൾ ഗവൺമെന്റിൽ ചേരണമോ? നിങ്ങൾ രണ്ടുപേരും എന്റെ കാര്യങ്ങൾ ചുമതലയോട് നോക്കുമെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ നോക്കും. പക്ഷേ അതിന് സ്വത്ത് എഴുതി വെക്കണ്ടായിരുന്നു. ഞങ്ങൾക്കതിൽ മനപ്രയാസമാണുള്ളത്. അർഹതയില്ലാത്തത് എന്തോ വന്നു കയറിയ ഒരു ഭാരം. എന്റെ സ്വത്തുക്കൾക്ക് ആർക്കാണ് അർഹതയെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. ഈ സ്വത്തുക്കൾ കൊട്ടാരം വകയാണെന്നുള്ള കാര്യം തമ്പുരാട്ടി മറന്നുപോയി. കൊട്ടാരത്തിനോടും തമ്പുരാനോടും കൂറുള്ള കുറെ പേർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. താൻ പോടെ വിടുന്നു. തന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. പോകാനാണ് പറഞ്ഞത്. ഞാൻ പൊയ്ക്കൊള്ളാം. കുമാർ, ഇപ്പോൾ എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. രമ എത്രയും വേഗം പ്രസവിക്കണം. ആ കുഞ്ഞിനെ ഞാൻ തരില്ല. ഞാൻ വളർത്തും. അപ്പോഴാണ് ഞാൻ എന്റെ ജീവിതത്തിലെ ആനന്ദം അനുഭവിക്കാൻ പോകുന്നത്. അനുരാഗ കഥയിലെ ആമോദം തേൻ കൂട് കൂട്ടുന്നു നമ്മിലും. ചെല്ലമണി പൂങ്കുയിലുകളിണ ചേർന്നുരമിക്കും അത്തിമരക്കൊമ്പത്തൊരു തേൻ കൂടുണ്ട്. ആയിരം അനുരാഗ കഥയിലെ ആമോദം തേൻ കൂട് കൂട്ടുന്നു
നമ്മിലും. കൗമാരക്കേളിക്ക് ചേർന്ന് നിന്നോടൊപ്പം എന്നിലും പൊലിയിട്ടു മഞ്ചീരം. ചെല്ലമണി പൂങ്കുയിലുകളിണ ചേർന്നുറമിക്കും അത്തിമര കൊമ്പത്തൊരു തേൻ കൂടുണ്ട്. ആയിരം അനുരാഗ കഥയിലെ ആമോദം തേൻകൂട് കൂട്ടുന്നു നമ്മിലും. ആനന്ദ കുളിരേൽക്കും ആണിനും പെണ്ണിനും ചുംബനം കൊണ്ടുള്ള മെയ്യാരം. ആനന്ദ കുളിരേൽക്കും ആണിനും പെണ്ണിനും ചുംബനം കൊണ്ടുള്ള മെയ്യാരം. ആത്മാവിലാത്മാവിലിഴുകി ലയിച്ചത് സങ്കൽപ്പരമ്യമാമൊയ്യാരം. ചെല്ലമണി പൂങ്കുയിലുകളിണ ചേർന്നുറമിക്കും അത്തിമര കൊമ്പത്തൊരു തേൻ കൂടുണ്ട്. ആയിരം അനുരാഗ കഥയിലെ ആമോദം തേൻകൂട് കൂട്ടുന്നു നമ്മിലും. തേൻകൂട് കൂട്ടുന്നു നമ്മിലും. എന്താണ് ഗോപകുമാർ? ഇന്ന് തന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ വെളുപ്പിന് തിരിച്ചു പോരാ. നാളെ ഓഫീസ് സമയത്ത് ഇങ്ങെത്താം. നാളെ ഓഫീസിൽ ഞാൻ വേണം. ഇപ്പോൾ പുറപ്പെട്ടാൽ അവിടെ എത്തുമ്പോൾ സന്ധ്യയാവില്ലേ? അർജന്റായിട്ട് എറണാകുളത്ത് എത്തണമെന്ന് കാണിച്ച് എക്സ്പോർട്ടേഴ്സിന്റെ ഒരു ടെലഗ്രാം ഉണ്ട്. ഉടനെ പുറപ്പെടണമെന്ന് വിചാരിക്കുകയാണ്. ശരി, പോയിട്ട് വരൂ. നാളെ രാവിലെ തന്നെ ഞാനിങ്ങെത്തും. രമ വേണമെങ്കിൽ ബംഗ്ലാവിൽ പോയി കിടന്നോളൂ. അവിടെ നാളെ വിട്ടാൽ ഞാൻ പോവാം. അപ്പോ രമ മാത്രമേ ഉള്ളൂ. രാത്രിയിൽ ചാരായം അടിച്ചുകൊണ്ട് പോത്ത് പോയി കിടന്നുറങ്ങരുത്. എന്നോട് ഇതൊക്കെ പ്രത്യേകിച്ച് പറയണം. ഈ അപ്പൂനെ വെട്ടിച്ചൊരു ഈച്ച പോലും ഇതിനകത്ത് വരികയില്ല. പിന്നെ വല്ലതുമൊക്കെ സംഭവിച്ചു പോയെങ്കിൽ അത് തലവിധി എന്നല്ലാതെ എന്ത് പറയാനാ. ഇവിടെയുള്ള സ്വത്ത് മുഴുവൻ നിന്റെ തമ്പുരാട്ടി ഇവിടുത്തെ മാനേർക്കും ഭാര്യയ്ക്കും എഴുതി വെച്ചു. കൊടുത്തെങ്കിൽ കൊടുത്തോട്ടെ, അതിന് തനിക്കും എനിക്കും എന്താ? തമ്പുരാട്ടിയുടെ സ്വത്ത് തമ്പുരാട്ടിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. തമ്പുരാട്ടിയുടെ സ്വത്തോ? ഇത് തമ്പുരാട്ടിയുടെ സ്വത്തൊന്നുമില്ല. തമ്പുരാൻ തമ്പുരാട്ടിയെ കല്യാണം കഴിച്ചെന്നേ ഉള്ളൂ. ഈ സ്വത്ത് തമ്പുരാന്റെയാ. അതിന് താനും ഞാനും വേണോ അവകാശി? പിന്നെ അല്ലാതെ. ഇവരൊക്കെ ഇന്നലെ വന്നവന്മാരാ. പക്ഷേ അപ്പൂ
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന്റെ അന്ത്യം കാണാതെ ഈ കുറിപ്പ് അടങ്ങത്തില്ല. അതിനിപ്പോ ആരൊക്കെ പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓ അറിഞ്ഞോളാം. നീ ശരിയെന്ന് വിളിക്കൂ. താൻ പോടോ. തമ്പുരാട്ടി, തമ്പുരാട്ടി, എന്താണോ? ഇന്നലെ മാനേരുടെ വീട് ആരോ കൊള്ള ചെയ്തു. കൊള്ള ചെയ്തോ? അപ്പുനെ കുത്തിക്കൊന്ന് തിണ്ണയിലിട്ടിരിക്കുന്നു. മാനേരുടെ ഭാര്യയും കൊന്നു എന്നാ പറഞ്ഞത്. ആര് പറഞ്ഞതെല്ലാം? ഒരാൾ ഓടി വന്ന് പറഞ്ഞു. അവിടെ ഒരുപാട് ആള് കൂടിയിട്ടുണ്ട്. എനിക്ക് പേടിയാകുന്നു. രമയെ കൊന്നുവെന്നോ? കൊള്ളക്കാര് കൊന്നെന്നാ എല്ലാവരും പറയുന്നത്. സ്വത്ത് അവരുടെ പേരിൽ എഴുതി വെച്ചപ്പോഴേ എനിക്കറിയാം ഇത് കുഴപ്പത്തിനാണെന്ന്. എനിക്ക് നിക്കക്കള്ളിയില്ല. ഞാനൊരു വഴിപാട് കഴിച്ചിട്ട് വരാം. ഗോപൻ എറണാകുളത്ത് പോയ ദിവസം രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? അത് സത്യം പറഞ്ഞു. ഞാൻ തമ്പുരാട്ടിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് അവര് പറഞ്ഞല്ലോ. അതവര് വെറുതെ പറഞ്ഞതാ. ഗോപന്റെയും ഭാര്യയുടെയും പേർക്ക് സ്വത്ത് എഴുതി വെച്ചതിന് എതിര് പറഞ്ഞതായി അവര് പറഞ്ഞല്ലോ. പൊന്നേമന്നെ, എന്നെ വിശ്വസിക്കണം. ഞാൻ വേറെ സ്ഥലത്ത് പോയതാ. റാസ്കൽ, താൻ നേരത്തെ എങ്ങും പോയില്ലെന്ന് പറഞ്ഞല്ലോ. അതും സത്യമാ. 104 ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. പൊന്നേമന്നെ, ഞാൻ പറയുന്നത് അത് അവിടെ വെച്ച് തീരുമാനിക്കാം. എവിടെ കൊണ്ടുപോയാൽ ഞാൻ ഉള്ള സത്യമേ പറയത്തുള്ളൂ. ഗോപൻ, അപ്പുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ നിഗമനങ്ങളെയും കീഴ്മേൽ മറച്ചിരിക്കുകയാണ്. അപ്പുവിന്റെ മരണകാരണം വിഷമാണെന്നും മരിച്ച ശേഷമാണ് നെഞ്ചത്ത് കുത്തുകൊണ്ടിട്ടുള്ളതെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മനസ്സിലായാൽ കേസിന് തുമ്പുണ്ടായി. എന്റെ രമയെ കൊന്നത് ആരായാലും ശരി, അവനെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം. നിങ്ങൾക്ക് രമയെ വാസ്തവത്തിൽ ഇഷ്ടമായിരുന്നു? എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് മറ്റു വല്ല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു? സാർ, മിസ്റ്റർ ഗോപൻ, ഈ കേസിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയണം. കൂടാതെ ഈ എസ്റ്റേറ്റിൽ വന്ന മുതലുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾക്കറിയണം. ശരി സാർ. സ്റ്റേഷനിലോട്ട് വരൂ. വരൂ. ഗോപകുമാറോ? വരൂ. തനിച്ചിരുന്നപ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസം. ക്ഷമിക്കണം, എനിക്കിന്ന് കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇരിക്കൂ.
ഇനി തുമ്പുണ്ടായിട്ട് എന്ത് കാര്യം? എനിക്കെന്റെ രമയെ തിരിച്ചു കിട്ടുമോ? പോയോൾ പോയി. ഗോപന്റെ കഷ്ടകാലത്തിനാണ് എന്റെ അടുത്ത് വന്നത്. അങ്ങനെയൊന്നും വിചാരിക്കാനില്ല. മനുഷ്യജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഒന്നിനൊരു അർത്ഥവുമില്ല. ഗോപൻ ഇപ്പോഴത്തെ ദുഃഖമൊക്കെ മറക്കണം. കഴിയും വേഗം വേറൊരു വിവാഹം കഴിക്കണം. ഇനിയൊരു വിവാഹ ജീവിതം എനിക്കുണ്ടാവില്ല. ജീവിതത്തിൽ നിരാശ പാടില്ല ഗോപൻ. രമയെ മറക്കാനും മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാനും ഗോപന് കഴിയണം. എന്തെന്നാൽ നമ്മൾ തുല്യ ദുഃഖിതരാണ്. ഞാൻ സ്നേഹിച്ച പുരുഷനോടൊപ്പം ഒരു നാൾ കൂടി ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വിധിക്ക് നമ്മൾ കീഴടങ്ങണം. ഗോപകുമാർ സ്നേഹിച്ച പെണ്ണിനെ കുമാരനും നഷ്ടപ്പെട്ടു. അതെ, നമ്മളിപ്പോൾ ഒന്നുപോലെയാണ്. മരണം വരെ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞെങ്കിൽ. എന്റെ രമ മരിച്ചു. ഇനി ഞാൻ ഇവിടം വിട്ട് എവിടെ പോകാനാണ്? എങ്ങും പോകരുത്, എങ്ങും പോകരുത്. അതാണ് എന്റെ ആഗ്രഹം. ദുഃഖിക്കുന്ന രണ്ടാത്മാവുകൾ തമ്മിൽ അടുക്കുമ്പോൾ ദുഃഖം ദുഃഖമല്ലാതാകും. കുമാർ, ഞാൻ നന്നായി കുടിച്ചിരിക്കുന്നു. എനിക്ക് അല്പം കിടക്കണം. എനിക്ക് ഉറക്കം വരുന്നു. ഇന്ന് ഞാനൊരു സ്ത്രീയായി. എനിക്കെന്റെ കുമാരനെ തിരിച്ചു കിട്ടി. എന്റെ കുമാർ ഇനി എന്നെ വിട്ടു പോകരുത്. ഒരിക്കലും പറയൂ പോകില്ലെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇനി ഇവിടെ പോകാനാ. മതി, എനിക്ക് ഈ വാക്ക് മതി. ഇന്നു മുതലാണ് എന്റെ ജീവിതം തുടങ്ങുന്നത്. ഞാൻ അറിയാതെ പറ്റിയതാണ്. വല്ലാത്ത മുറിവല്ലേ? ഇതെങ്ങനെ പറ്റി? ക്രോസിന്റെ മുള്ളറിഞ്ഞതാണ്. ഞാനല്ല കുമാർ, ഞാനല്ല കുമാർ, ഞാനല്ല കുമാർ. അയ്യോ രമേ, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ കൊല്ലരുത്. അയ്യോ.
രമയാണ്. അയ്യോ, രമ അല്ല, നീ രമയല്ല. അതെ, ഞാൻ രമ തന്നെയാണ്. അല്ല അല്ല, നീ രമയല്ല, തീർച്ചയായുമല്ല. എന്നെ സൂക്ഷിച്ചു നോക്കൂ. ഗോപൻ എവിടെ? ഗേറ്റിന് പുറത്തു നിന്ന് ഒരാളോട് സംസാരിക്കുകയാണ്. അല്ല, നീ രമയല്ല. അയ്യോ അയ്യോ, അല്ലിതാരാ? ചത്ത രമക്കുഞ്ഞോ? അയ്യോ അയ്യോ, ഞാനല്ല കൊന്നത്, ഞാനല്ല കൊന്നത്. എന്നെ ഉപദ്രവിക്കരുത്. ഇയാൾ പോടോ അപ്പുറത്ത്. കുറുപ്പേ, അയ്യോ, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. അയ്യോ അയ്യോ. എന്റെ രമ രക്ഷപ്പെട്ടു. ഗോപൻ, നിങ്ങൾ എന്നെ കുരങ്ങ് വിളിപ്പിക്കുകയാണോ? ഇത് രമയല്ല. രമയെ കണ്ടിട്ട് അവളല്ലെന്ന് പറയുന്നു. ഞങ്ങൾ വിവാഹം കഴിയുന്ന ദിവസം ആദ്യമായി തേൻ തന്ന് സ്വീകരിച്ചത് മുതലുള്ളതെല്ലാം മറന്നോ? അന്ന് തമ്പുരാട്ടി ഉടുത്തിരുന്നത് പച്ച നിറത്തിലുള്ള സാരിയല്ലേ? രമയെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കണ്ടതുകൊണ്ട് തോന്നുന്ന വിഭ്രാന്തിയാണ്. സാരമില്ല. ഹലോ, യെസ് സ്പീക്കിംഗ്. എന്ത്? ഉടനെ വരണോ? ശരി, ഞങ്ങൾ ഇതാ പുറപ്പെടുന്നു. ഇത്ര നേരത്തെ ഉറങ്ങാൻ കിടന്നു? വൈകിട്ട് കഴിക്കാറുള്ള ഗുളിക കഴിച്ചോ? ആ വെളുത്ത ഗുളിയും ചുമന്ന ഗുളിയും ഞാൻ എടുത്തു തരട്ടെ? ഇങ്ങനെയൊക്കെ ചോദിച്ച് നീ രമയാണെന്ന് വരുത്താൻ നോക്കണ്ട. നീ രമയല്ല, ഞാൻ രമയാണ്. എന്നെ സൂക്ഷിച്ചു നോക്കൂ. വേണ്ട, അടുത്ത് വരരുത്. നീ രമയല്ല. ഞങ്ങൾ എന്തിനു കള്ളം പറയണം? ഇവളെന്റെ ഭാര്യ രമയാണ്. അല്ല 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 അല്ല, രമയാണെങ്കിൽ രമയുടെ പ്രേതമാണ്. പ്രേതമല്ല, ജീവിച്ചിരിക്കുന്ന രമ. അല്ല, രമ ജീവിച്ചിരിപ്പില്ല. അവിടുത്തെ നിൽക്കുന്നു. ഇത് രമയല്ല. അല്ല, രമ മരിച്ചു. ഇല്ല, മരിച്ചു മരിച്ചു. ഞാനാണ് അവളെ കൊന്നത്. ഞാൻ കൊന്നു, ഞാൻ കൊന്നു കൊന്നു. കോവൻ എറണാകുളത്തിന് പോയിരുന്നു ഒരു ദിവസം. അപ്പു, അപ്പു. തമ്പുരാട്ടിയോ? എന്താ ഈ രാത്രിയില്? രമ എവിടെ? അകത്തുണ്ട്. ഇവിടെ ചിലത് സംഭവിക്കാൻ പോകുന്നു. നീ എന്നെ സഹായിക്കുമോ? നിനക്കൊരു വിഷമവും വരില്ല. നാളെ 1,00,000 രൂപ നിനക്ക് ഞാൻ തരും. 1,00,000 രൂപയോ? ആ, 1,00,000 രൂപ. നീ എന്നെ സഹായിക്കുമോ? ഈ അപ്പുവിന്റെ തടി ഇവിടത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നതാണ് തമ്പുരാട്ടി. തമ്പുരാട്ടി നിൽക്കാൻ പറഞ്ഞു, അപ്പു നിന്നു. തമ്പുരാട്ടിക്ക് വേണ്ടി ചാകാൻ പോലും ഈ അപ്പു തയ്യാറാണ്. ഈ ചെവി അറിയരുത്. ഞാനിവിടെ വന്നിട്ടില്ല, നീ എന്നെ കണ്ടിട്ടില്ല. തമ്പുരാട്ടി വന്നിട്ടില്ല, അപ്പു കണ്ടിട്ടില്ല. അതെ.
തമ്പുരാട്ടി ഇവിടെ വന്നിട്ടില്ല, അപ്പു കണ്ടിട്ടില്ല. നാളെ 1,00,000 രൂപ ഞാൻ നിനക്ക് തരും. ഒരു വല്ലാത്ത ശബ്ദം കേട്ടല്ലോ തമ്പുരാട്ടി. നീ ഒന്നും കേട്ടില്ല? ഇല്ല, അപ്പു ഒന്നും കേട്ടിട്ടില്ല. നീ വല്ലതും കഴിച്ചോ? ഊണ് കഴിച്ചു. അതല്ല, കഴിച്ചോന്നാ ചോദിച്ചത്. ആര് തരാനാ തമ്പുരാട്ടി? നിനക്ക് ഞാൻ തരും. തമ്പുരാട്ടി തന്നാ ഞാൻ കഴിക്കും. എന്നാ എന്റെ കൂടെ വരൂ, കാറിലുണ്ട്. തമ്പുരാട്ടി ഇന്ന് തന്നിരിക്കും. നാളെ രാവിലെ 1,00,000 രൂപ നിനക്ക് ഞാൻ തരും. ഓ, എന്നാ തമ്പുരാട്ടിയുടെ ഫോട്ടോ വെച്ച് ഞാൻ നിത്യവും കഴിക്കും. അവിടെ ഒരു ശബ്ദം കേട്ടല്ലോ, പോയി നോക്കൂ. അവിടെ ആരുമില്ല തമ്പുരാട്ടി. ഇത് കുടിച്ചോളൂ. ഇനിയും വേണം? ആ 2 കൊലപാതകങ്ങൾ മാത്രമല്ല ഞാൻ ചെയ്തത്. എന്റെ ഭർത്താവിനെയും ഞാൻ കൊല്ലുകയായിരുന്നു. അതും വിസ്കിയിൽ വിഷം ചേർത്ത് കൊടുത്താണ് കൊന്നത്. ഞങ്ങളുടെ സംശയം ശരിയായി മിസ്സിസ് രാഗിണി വർമ്മ. നിങ്ങളുടെ കഴുത്തിൽ ഇനി ഈ സ്കാർഫ് കെട്ടിയിട്ട് പ്രയോജനമില്ല. അതഴിക്കൂ. ഇതെന്നു മുതലാണ് കെട്ടിത്തുടങ്ങിയത്? രമയുടെ മരണത്തിന്റെ പിറ്റേ ദിവസം മുതലല്ലേ? എന്നാണ് കുറുപ്പും മിസ്റ്റർ ഗോപനും മറ്റുള്ള സാക്ഷികളും പറയുന്നത്. കൊലപാതകിയായ എന്നെ കഴിയും വേഗം ശിക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യൂ. മരണം മാത്രമാണ് എനിക്കിനി ഒരു രക്ഷ. മിസ് ലീല, ഞങ്ങൾ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഹായത്തിന് നന്ദി. ഇത് രമയല്ല, ലീലയാണ്. ലീലയും രമയും ഇരട്ട പ്രസവിച്ച സഹോദരിമാരാണ്. നടക്കൂ.